കളമശ്ശേരി നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലായി 26ഓളം പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. ഇതിൽ 11 പേർ ഇപ്പോൾ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ചൂട് കൂടിയതോടെ റോഡ് വശങ്ങളിൽ കൂൾ ഡ്രിങ്ക്സ് കടകളുടെ എണ്ണം കൂടുകയും ഇവയിൽ നിന്ന് പാനീയങ്ങൾ വാങ്ങിക്കുടിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം കടകളിൽ നിന്നാണോ രോഗം പടർന്നതെന്ന സംശയത്തിലാണ് ആരോഗ്യവകുപ്പ്. ഈ സാഹചര്യത്തിൽ ജ്യൂസ് കടകളിലേക്ക് ഉൾപ്പെടെ വരുന്ന ഐസ് ക്യൂബുകൾ എവിടെ നിന്നാണ് വരുന്നതെന്നറിയാനുള്ള പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. കളമശ്ശേരി നഗരസഭാ പരിധിയിൽ ഇപ്പോൾ നിലവിൽ 26 പേർക്കാണ് മഞ്ഞപ്പിത്തം ഉള്ളതായിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ 11 പേര് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ബാക്കിയുള്ള ആളുകൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ 70ഓളം പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ടെന്നൊരു വാർത്ത കണ്ടിരുന്നു. അത് തെറ്റായിട്ടുള്ളൊരു വാർത്തയാണ്. നമ്മുടെ കളമശ്ശേരി പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടർമാരുടെയും JPHമാരുടെയും HIമാരുടെയും നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആശാവർക്കർമാർ വഴി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കളമശ്ശേരി നഗരസഭയിൽ 26 പേർക്കാണ് ഇപ്പോൾ നിലവിൽ മഞ്ഞപ്പിത്തം ഉള്ളതായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏതൊക്കെ പ്രദേശങ്ങളിലാണ്? പ്രധാനമായിട്ടും കളമശ്ശേരി നഗരസഭയുടെ ബൗണ്ടറി ആയിട്ട് വരുന്ന 5-ാം വാർഡ്, 4-ാം വാർഡ്, 3-ാം വാർഡ്, 41-ാം വാർഡ്, പിന്നെ HMT കോളനി 8-ാം വാർഡ്, അങ്ങനെയുള്ള പ്രദേശത്താണ് കൂടുതലായിട്ടത് മഞ്ഞപ്പിത്തം ഉണ്ടായിട്ടുള്ളത്. അപ്പോളോ ടയർസിൻ്റെ ഓപ്പോസിറ്റുള്ള നിരവധി കടകളിൽ നിന്നും ശീതള പാനീയങ്ങൾ കുടിച്ചവർക്കാണിത് കൂടുതലായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളതെന്നാണ് PHCയിലെ ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുള്ളത്. അവിടെ നമ്മളൊരു ഹോട്ട്സ്പോട്ടായിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കളമശ്ശേരി നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഒട്ടനവധി സ്ഥാപനങ്ങളിൽ ശുചീകരണവുമായി ബന്ധപ്പെട്ടും അവിടുത്തെ ഹോട്ടലിലെ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഐസ് ഉൾപ്പെടെയുള്ളത് നോക്കിയിട്ട് അവർക്കെതിരെ നടപടികൾ എടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ ചൂടുകാലമായ ടൈമിൽ തന്നെ ഒട്ടനവധി വഴിയോരങ്ങളിൽ നിരവധി കടകൾ വന്നിട്ടുണ്ട്. അത്തരം കടകളിലെ പരിശോധന നടത്തുന്നു. വഴിയോരങ്ങളിലെ കടകളിലെ പരിശോധന നമ്മൾ ആദ്യം മുതലേ നടത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ അടുത്ത് കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ HMT റോഡിലെ വഴിയോര കച്ചവടക്കാരെല്ലാം നമ്മൾ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരെല്ലാവരും കേന്ദ്രീകരിച്ചിട്ടുള്ളത് സീപോർട്ട് എയർപോർട്ട് റോഡിലാണ്. അപ്പോൾ അവിടെയും കർശനമായ പരിശോധനയും നടപടികളും എടുക്കാനായിട്ട് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. മഞ്ഞപ്പിത്തം വ്യാപകമായ സാഹചര്യത്തിൽ കളമശ്ശേരി നഗരസഭയിലെ എല്ലാ വാർഡുകളിലും ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നിലവിൽ. കൂടാതെ ആലുവ പമ്പിംഗ് സ്റ്റേഷനിൽ വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ക്ലോറിനേഷൻ കൂട്ടിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഈ മഞ്ഞപ്പിത്തം ബാധിച്ച പ്രദേശങ്ങളിലെല്ലാം വാട്ടർ അതോറിറ്റിയിലെ AEയുടെയും AXCയുടെയും എല്ലാം നേതൃത്വത്തിൽ ലീക്കേജ് വല്ലതും ഉണ്ടോ, പൈപ്പുകൾ പൊട്ടിയിട്ട് വെള്ളം മലിനജലത്തിൽ കലരുന്നുണ്ടോ എന്നുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. അപ്പോൾ വ്യാപകമായി കളമശ്ശേരി നഗരസഭയും പ്രൈമറി ഹെൽത്ത് സെൻ്ററും വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും സഹകരണത്തോടെ മഞ്ഞപ്പിത്തത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പരിശോധനകളും ലഘുരേഖകൾ വിതരണം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ആളുകളെ ബോധവൽക്കരണം നടത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കൂടാതെ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചാൽ അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ വേണ്ട നടപടികളും പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഈ ഹോട്ട്സ്പോട്ടായിട്ട് പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞു കളമശ്ശേരി പ്രീമെട്രൈസിൻ്റെ പ്രദേശം, അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അപ്പോളോ ടയർസിൻ്റെ ഓപ്പോസിറ്റ് കളമശ്ശേരി മാർക്കറ്റ്, പത്താമ്പി യൂസിൻ്റെ പരിസരത്തുള്ള കുറച്ച് സ്ഥാപനങ്ങളിൽ ആണ് കൂടുതലായിട്ടും മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനയുടെ ജില്ലാ ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനയുടെയും അവരുടെ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ പരിശോധനയിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? പരിശോധന ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശോധനയിൽ ക്രമവിരുദ്ധമായിട്ട് എന്തെങ്കിലും കണ്ടാൽ കൃത്യമായിട്ടുള്ള നടപടി നഗരസഭ എടുക്കുന്നതായിരിക്കും. ആ കടകൾ അടച്ചുപൂട്ടാൻ തന്നെയാണ് കൗൺസിൽ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ വാർഡുകളിൽ ക്ലോറിനേഷനും ആരംഭിച്ചിട്ടുണ്ട്. മഞ്ഞപ്പിത്തം കൂടുതലായി റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചേർന്ന് കുടിവെള്ള വിതരണ പൈപ്പുകൾ പൊട്ടി അതിലൂടെ മലിനജലം കലരുന്നുണ്ടോ എന്നുകൂടാതെ വാർഡുകൾ കേന്ദ്രീകരിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ടെന്ന് നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK നിഷാദ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കളമശ്ശേരി.